ഹലോ, നമസ്കാരം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇവിടെ വെച്ചാണ് നമ്മൾ നിർത്തിയത്. നമ്മളൊരു 3 സീൻസ് നമ്മൾ ഉണ്ടാക്കിയിട്ട് അത് റെൻഡർ ചെയ്തൊക്കെ നോക്കിയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഈ മോഡലിൽ തന്നെ ആയിരിക്കും നമ്മൾ ഇനി വർക്ക് ചെയ്യാൻ പോകുന്നത്. കാര്യം ഇതിനെ എങ്ങനെ മെച്ചപ്പെടുത്താം, എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതൊക്കെ നോക്കണം നമുക്ക്. അപ്പോൾ ഒരു കമൻറ്റിൽ ഒരാൾ ചോദിച്ചായിരുന്നു, ഈ പ്രീസെറ്റുകളുണ്ടല്ലോ നമ്മുടെ ഈ പ്രീസെറ്റുകൾ നമുക്ക് പ്രോ വെർഷനിൽ മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ശരിയാണ്, പ്രോ വെർഷനിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ പ്രോ വെർഷൻ ഉപയോഗിക്കാത്ത ഒരു ഫ്രീ വെർഷൻ ഉപയോഗിക്കുന്ന ആൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്നൊരു ചോദ്യം വന്നപ്പോൾ ഞാൻ ആലോചിച്ചു എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് HDRIയിൽ നമ്മളിവിടെ HDRI കൊടുത്തു കഴിഞ്ഞാൽ കസ്റ്റമൈസ് HDRI എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. കസ്റ്റമൈസ് HDRI കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് HDRI നമ്മൾക്ക് തന്നെ ഈ ഫയൽ ടൈപ്സ് എവിടെ നിന്നെങ്കിലും കിട്ടുവാണെങ്കിൽ നമുക്ക് തന്നെ ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ഈ പ്രീസെറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫുൾ എക്സ്പോഷറും സാച്ചുറേഷനും കളർ കറക്ഷനൊക്കെ നടത്തും ഓട്ടോമാറ്റിക്കലി. അപ്പോൾ അതിവിടെ എഫക്റ്റിൽ LUT എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് അതിനകത്ത് വേണമെങ്കിൽ നമുക്ക് അവിടെയും പ്രീസെറ്റ് ഇട്ട് കൊടുക്കാം. അതിപ്പോൾ ഓരോന്നിലിട്ട് കഴിയുമ്പോഴും വ്യത്യാസം വരുന്നുണ്ടോ, അങ്ങനെ സംഭവമുണ്ട്. അപ്പോൾ ഈ കസ്റ്റമൈസ് LUT ക്ലിക്ക് ചെയ്താൽ നമുക്ക് .cube എന്ന് പറഞ്ഞൊരു ഫയൽ ഉണ്ടെങ്കിൽ നമുക്കത് ഇട്ട് കൊടുത്താൽ പ്രീസെറ്റ് അപ്ലൈ ആവും. അപ്പോൾ ഇത് രണ്ടും എവിടെ കിട്ടും എന്നുള്ളതാണ് പിന്നെ പറയാനുള്ളത്. പിന്നെ മെറ്റീരിയലിനെ കുറിച്ചും പറയാനുണ്ട്. നമ്മളിപ്പോൾ ഈ ഒരു മെറ്റീരിയൽ ഇങ്ങനെ പിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ കണ്ടോ, ഒരു ബേസ് കളർ, നോർമൽ, സ്പെക്കുലർ, റഫ്നെസ്, മെറ്റാലിക്, AO എന്നൊക്കെ പറഞ്ഞ് പറയാനുണ്ട്. ഇതൊക്കെ എന്താണെന്ന് പറയാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പറയുന്നത്, ഇപ്പോൾ പ്രീസെറ്റ് ഉപയോഗിക്കാത്ത ഒരാൾക്ക്, ഈ പ്രോ വെർഷൻ ഉപയോഗിക്കാതെ പ്രീസെറ്റ് ഇല്ലാത്ത ഒരാൾക്ക് എന്ത് ചെയ്യാം, HDRI അതൊക്കെ എവിടെ നിന്ന് എടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചതുണ്ട്. നമ്മുടെ ഈ ഒരു സൈറ്റ് കണ്ടു, പോളി ഹെവൻ എന്ന് പറയും. ഈ പോളി ഹെവൻ എന്ന് പറയുന്ന സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഒരു ലോഡ് HDRIs കിട്ടും. ഈ കാണിച്ചിരിക്കുന്ന എല്ലാ ക്ലാസിഫിക്കേഷനിലും HDRIs ഉണ്ട്. HDRI എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു 360 ഡിഗ്രി ഒരു ഫോട്ടോ എന്ന് വേണമെങ്കിൽ പറയാം, ഒരു പനോരമിക് ഫോട്ടോ എന്നൊക്കെ പറയുന്ന പോലെ. അതിനകത്ത് സൺ ഉണ്ടാവും, ക്ലൗഡ്സ് ഉണ്ടാവും, വേറെ ഒരു ഇതുപോലുള്ള മരങ്ങളും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടാവും, ഗ്രൗണ്ട് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മോഡലിൻ്റെ ചുറ്റുമുള്ള ആ ഒരു സറൗണ്ടിങ്സ് ഫുള്ള് ഇങ്ങനെയാവും. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ക്ലൗഡ്സും കണ്ണൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക, അതിലിട്ടിട്ട് ഒരു പ്രീസെറ്റ് അപ്ലൈ ചെയ്ത ഒരു എഫക്റ്റ് വരികയും ചെയ്യും. അതാണ്. അപ്പോൾ അത് ഞാൻ ഇപ്പോൾ ഇവിടെ ഇതിൽ ഞാൻ കാണിച്ചു തരാം. HDRIs ഇപ്പോൾ കുറേ ഉണ്ട്. ഞാൻ ഏറ്റവും ബേസിക് സീനിലേക്ക് പോവാം. ഇങ്ങനെയാണ് നമുക്കൊന്നും HDRI ഇടാത്തൊരു സീൻ. ഇവിടെ ഞാൻ പോയി കസ്റ്റമൈസ് HDRI കൊടുക്കുന്നു. ഇതിലിപ്പോൾ 2 ഉണ്ട് ഡൗൺലോഡ് ചെയ്തതാണ്. അപ്പോൾ ഈ വൈറ്റ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞ HDRI ഞാൻ ഇട്ട് കൊടുക്കുവാന്ന് വിചാരിക്കുക. ഇപ്പം എന്താ സംഭവിച്ചാൽ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ കണ്ടോ, കുറച്ച് മരങ്ങളൊക്കെ വന്നിരിക്കുന്നുണ്ടോ, സണ്ണുണ്ട്. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കണ്ടോ അതേ മരങ്ങളൊക്കെ പോകുന്നു. എന്തോ പോസ്റ്റ് എന്തൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ. ഇതിൻ്റെ പ്രത്യേകത കണ്ടോ, ഇവിടെ റെഡ് റിഫ്ലക്ഷനൊക്കെ വന്നു. എന്താ കാര്യം, തിരിച്ചു കഴിഞ്ഞാൽ കണ്ടോ, ഇത് ശരിക്കും ഒരു ടൗണിൻ്റെ എന്തോ ഒരു ഫോട്ടോയാണ്, 360 ഡിഗ്രി ഫോട്ടോയാണ്. അപ്പോൾ ഇത് ആണ് ഈ കിടന്ന് കറയും കളിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇട്ട് കൊടുത്താൽ ഒരു പ്രീസെറ്റ് അപ്ലൈ ചെയ്ത ഫീൽ ആണ് വരുന്നത്. HDRIയുടെ ഉദ്ദേശം അത് തന്നെയാണ്. അതിനെ നിങ്ങൾക്ക് പിന്നെ എല്ലാം കൺട്രോൾ ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് കുറയ്ക്കാം, അതായത് നിങ്ങൾ സ്കൈൻ്റെ ലൈറ്റ് കുറയ്ക്കാം, ഇപ്പോൾ ഉള്ള ലൈറ്റ് ഇരുട്ടാക്കി എന്ത് വേണമെങ്കിലും ചെയ്യാം. സണ്ണിട്ട് കൊടുത്ത് കസ്റ്റം കൊടുത്തു കഴിഞ്ഞാൽ സണ്ണിനെ അഡ്ജസ്റ്റ് ചെയ്യാം, കറക്കി കളിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റ് സെറ്റ് ചെയ്യാം. അതാണ് HDRIയുടെ ഒരു പ്രത്യേകത. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇങ്ങനെ ഇട്ട് കൊടുക്കാനായിട്ട് ഫയൽ മതി. ഫയൽ കിട്ടണമെങ്കിൽ പോളി ഹെവൻ എന്ന് പറഞ്ഞ സൈറ്റിൽ പോവുക. ഇപ്പോൾ ഏതെങ്കിലും ഈ ഒരു സിമെട്രിക്കൽ ഗാർഡൻ ഇത് വേണമെങ്കിൽ കണ്ടോ, അത് കാണിച്ചു തരും. ഇവിടെ 4K വേണോ 8K വേണോ എന്ത് വേണമെന്നുള്ളത് കൊടുക്കുക. HDRI വേണോ EXR വേണോ, 2 ഫയലും D5 സപ്പോർട്ട് ചെയ്യും. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇതിൽ ഞാൻ ഡൗൺലോഡ് ചെയ്ത് കാണിക്കാം. ഡൗൺലോഡ് ചെയ്യാം. അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഇവിടെ പോവുക, HDRIയിൽ നിൽക്കുക, കസ്റ്റമൈസ് കൊടുക്കുക. കണ്ടോ, സിമെട്രിക്കൽ ഗാർഡൻ അതെടുക്കുക, ഓപ്പൺ ആക്കാം. അപ്പോൾ അത് വന്നു കേട്ടോ, നമ്മുടെ ആകാശം കാര്യങ്ങളൊക്കെ ഇനി അതായി. ഇപ്പോഴും നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഒരു പ്രീസെറ്റ് വേണ്ടിയില്ല, സ്കൈ മാറിയുള്ളൂ അല്ലേ? ശരിയാണ്, പ്രീസെറ്റ് വേണ്ടിയില്ല. പ്രീസെറ്റാണ് നിങ്ങളുടെ എഫക്റ്റിൽ കിടക്കുന്ന സാധനങ്ങൾ. LUT കണ്ട, LUT അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് എഫക്റ്റുകളുണ്ട്.
ഭയങ്കര സാച്ചുറേഷൻ കൂടിയ ഒരു ഇത്. അപ്പോൾ നിങ്ങൾക്ക് LUT ഉണ്ടെങ്കിൽ പ്രീസെറ്റ് അപ്ലൈ ചെയ്ത എഫക്റ്റ് കിട്ടും. അപ്പോൾ LUT അവിടെ നിന്ന് കിട്ടും. ഇവിടെ പോവാം, ഇവിടെ ഫ്രഷ് LUT എന്ന് പറഞ്ഞ സൈറ്റ് ഉണ്ട് കണ്ടോ. ഇതിൽ കയറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ LUTകളുണ്ട്. PK ബ്ലൈൻഡേഴ്സിൻ്റെയൊക്കെ ഒരു കളർ സ്കീമൊക്കെ വേണോ നിങ്ങളുടെ ഇതിൽ, അതിങ്ങനത്തെയൊക്കെ വേണോ, നിങ്ങളുടെ ആവശ്യം പോലെ ഇതിൽ കയറി സെർച്ച് ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇതെല്ലാം ഫ്രീ ആണ്. അതിൻ്റെ ഈ സൈറ്റിൻ്റെ പ്രത്യേകത. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടീൽ ലുക്കൊക്കെ വേണമെങ്കിൽ ഓക്കെ, ഒരു ചെറിയ വാം ടോൺ ഉള്ളത് തന്നെ ഒരു കൂൾ ടോണാക്കി മാറ്റി ഈ LUT വെച്ചിട്ട് നമ്മുടെ ഒരു മൊത്തം മഞ്ഞപ്പാണ് അതുപോലെ ഈ ഒരു സീനിലിരിക്കാമെന്ന് വിചാരിക്കാം. കണ്ടോ ഭയങ്കര വെളിച്ചമൊക്കെ നമുക്ക് ഈ ഒരു LUT ഇട്ട് നോക്കാം. ഇതാണ് എൻ്റെ പേര്, എൻ്റെ ഉണ്ടെന്ന് തോന്നണം. ഈ ഒരു സാധനമാണ് LUT. നമുക്ക് ഒന്നിട്ട് നോക്കാം. LUT കൊടുക്കുന്നു. TL കണ്ട, TL കണ്ട ഒരു ബ്ലൂ ടോൺ വന്നണ്ട. അത് ആ പ്രീസെറ്റിൻ്റെ പ്രത്യേകതയാണ്. ഇനി അതല്ല, നിങ്ങൾക്ക് വേറെ വല്ലതും വേണമെങ്കിൽ ഇത് വേണമെങ്കിൽ ഇതെടുക്കാം. ഡൗൺലോഡ് LUT കൊടുക്കുന്നു. ത്രില്ലർ ഓക്കെ, സേവ് ചെയ്യുക. ഡൗൺലോഡായി. ചെറിയ ഫയലാണ്, KB ഉള്ളൂ. അത് നമ്മൾ ഇവിടെ പോകുന്നു, കസ്റ്റമൈസ് കൊടുക്കുന്നു, ത്രില്ലർ അപ്ലൈ കൊടുക്കുന്നു കേട്ടോ. അപ്പോൾ ആ പ്രീസെറ്റായി. നമ്മൾ ഈ ലൈറ്റ് റൂമിലും ഫോട്ടോഷോപ്പിലൊക്കെ ഉള്ളതുപോലെ പ്രീസെറ്റുകൾ ഇട്ട് കൊടുക്കുന്ന പരിപാടി അതാണ്. ഇപ്പോൾ പ്രൊഫഷൻ ഇല്ലാത്ത ഒരാൾക്ക് ആ ഫ്രീ സൈറ്റുകൾ കയറി പ്രീസെറ്റ് ഡൗൺലോഡ് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. എളുപ്പമാണ്. എന്നിട്ട് നിങ്ങൾക്ക് പിന്നെ വേണമെങ്കിൽ എക്സ്പോഷറും കാര്യങ്ങളൊക്കെ ഇവിടെ ഇതിൽ കൺട്രോൾ ചെയ്ത് കൊടുക്കാം കേട്ടോ. ആ പ്രീസെറ്റിനെ തന്നെ നമുക്ക് പിന്നെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഭംഗിയാവും. അതാണ് എൻ്റെ പ്രത്യേകത. അപ്പോൾ HDRI എങ്ങനെ എടുക്കണം എന്നുള്ളത് നമ്മൾ പോളിഹെവനിൽ കയറി എടുക്കാം. പ്രീസെറ്റുകൾ വേണമെങ്കിൽ ഫ്രഷ് LUT എന്നാണ് സൈറ്റിൽ എടുക്കാം. ഇത് രണ്ടും ഫ്രീ ആണ്. ഫ്രീ അല്ലാത്ത കാശ് കൊടുത്ത് മേടിക്കുന്ന ഒരുപാട് സൈറ്റുകളുണ്ട്, അത് ഞാൻ പറയുന്നില്ല തൽക്കാലം. പിന്നെ നമ്മൾ നോക്കാനുള്ളത് മെറ്റീരിയലിൻ്റെ കാര്യമാണ്. നമ്മൾ ഈ റോട്ടിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടിരുന്നത് റോഡ് എന്ന് പറഞ്ഞ ഈ ഒരു മെറ്റീരിയലാണ് അല്ലോ. ഇതാണ് നമ്മൾ ഇട്ടിരുന്നത്. ഞാൻ ആലോചിക്കുന്നു ഇവിടെ എനിക്ക് വേറെ എന്തെങ്കിലും ഒരു മെറ്റീരിയൽ വേണം. അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്? അതായത് PBR മെറ്റീരിയൽസ് എന്ന് പറയും. ഈ PBR മെറ്റീരിയൽ, PBR ടെക്സ്ചർ എന്താണെന്ന് വെച്ചാൽ കാണിച്ചു തരാം. PBR ടെക്സ്ചർ എന്താ, PBR മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നമുക്ക് അറിയേണ്ടത്. അതിൻ്റെ മീനിങ് നമ്മൾ നോക്കാം. ഉണ്ടോ PBR, വാട്ട് ഈസ് PBR യൂസ്ഡ് ഫോർ? PBR എന്ന് പറഞ്ഞാൽ എന്താ, ഫിസിക്കലി ബേസ്ഡ് റെൻഡറിങ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. അത് ശരിക്കും റിയൽ ലൈഫിൽ എങ്ങനെ ഇരിക്കുന്നതെന്നുള്ളത് മാപ്പ് ചെയ്തെടുക്കുന്ന ഒരു മെറ്റീരിയൽസാണ് PBR മെറ്റീരിയൽസ്. അതായത് നമ്മുടെ ഈ കമ്പ്യൂട്ടറിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ റെൻഡർ ചെയ്യുന്ന സമയത്ത് അതിനെ ലൈറ്റൊക്കെ എങ്ങനെ ബൗൺസ് ചെയ്ത് പോകുന്നു എന്നൊക്കെയുള്ളത് കറക്റ്റായിട്ട് കാണിക്കും ആ മെറ്റീരിയൽ ഇട്ട് കഴിഞ്ഞാൽ. അതായത് ഇപ്പോൾ ഒരു കുറച്ച് ബമ്പുള്ള മെറ്റീരിയൽസ്, അതായത് ഇപ്പോൾ റോഡൊക്കെ ആണെങ്കിൽ ഇറഗുലർ ആയിരിക്കും സർഫസ്, ഇതൊക്കെ കാണിക്കണമെങ്കിൽ നമ്മൾ PBR മെറ്റീരിയൽ ആയിരിക്കും യൂസ് ചെയ്യേണ്ടത്. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഞാനൊരു പുതിയൊരു മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്യുക. ഇവിടെ ബേസിക് മെറ്റീരിയൽ എടുക്കുന്നു, എന്നിട്ട് അതിനകത്ത് ഡിസ്പ്ലേസ്മെൻറ്റ് മെറ്റീരിയൽ, അതായത് ബമ്പുള്ളൊരു മെറ്റീരിയൽ ഉണ്ടാക്കാൻ പോവാം. ഇവിടെ ഇട്ട് കൊടുക്കുന്നു, ഒന്നുമില്ല. ഇനി ഇവിടെ കണ്ടോ നോർമൽ, സ്പെക്കുലർ, റഫ്നെസ്, ഒപ്പേസിറ്റി, മെറ്റാലിക്, AO, ഹൈറ്റ്, ബേസ് കളറിൽ പോയാൽ അവിടെ ഒരു ഇതുണ്ട്. ഇതൊക്കെ ശരിക്കും ഇമേജസ് ആഡ് ചെയ്യണ്ടേ കണ്ടോ. PNG, JPG, BMP, JPEG അങ്ങനെ കുറച്ച് ഫയൽസ് ടൈപ്പ് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഞാനിവിടെ കുറച്ച് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനത് എവിടെ നിന്ന് എടുത്തു എന്നുള്ള ആദ്യം കാണിക്കാം. ഈ ഒരു സൈറ്റ് കണ്ടോ, പോളിഗൺ. ഈ പോളിഗണിൽ കുറച്ച് ഫ്രീ മെറ്റീരിയൽ ഉണ്ട്, കുറച്ച്. പക്ഷേ ഇവരുടെ മെറ്റീരിയൽ എല്ലാം നല്ല ക്വാളിറ്റിയാണ്. പക്ഷേ ഇവർക്ക് ഫ്രീ മെറ്റീരിയൽ കുറച്ചേ ഉള്ളൂ, 101 അസറ്റ്സ് ഉള്ളൂ. അതിനകത്ത് തന്നെ മോഡൽസും ഉണ്ട്, മെറ്റീരിയൽസും ഉണ്ട്. പക്ഷേ കുറച്ചും കൂടി ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സൈറ്റാണ് ഈ ആംബിയൻറ്റ് CG എന്ന് പറയുന്നത്. ഈ ആംബിയൻറ്റ് CG എന്ന് പറഞ്ഞ ഈ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ മെറ്റീരിയൽസ് ഉണ്ട്. PBR ആണ്, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ചുമ്മാ ഏതെങ്കിലും എടുക്കരുത്, PBR മെറ്റീരിയൽ എടുക്കുക. ഇതെല്ലാം ഉണ്ട്. ഇപ്പോൾ ഇതിൽ ഓരോന്നിനും ഒരു ഇമേജും ഉണ്ടാവും, അതിൻ്റെ കൂടെ കുറേ ഈ പറഞ്ഞിരിക്കുന്ന പോലെ നോർമൽ, സ്പെക്കുലർ, റഫ്നെസ് എന്നൊക്കെ പറഞ്ഞ മാപ്പുകളുണ്ടാവും. ഈ മാപ്പുകളാണ് ഇവിടെ മാജിക് ഉണ്ടാക്കുന്നത്. അതായത് ഈ മെറ്റീരിയലിനെ ശരിക്കും ഒരു ഫോട്ടോ എന്നല്ലാതെ ഒരു മെറ്റീരിയൽ ആയിട്ട് കാണിക്കുന്നതാണ് ഈ മാപ്പുകൾ. ഞാൻ അതിൽ ഒരു ഉണ്ടോ ഈ ഒരു ബ്രിക്കിൻ്റെ ഒരു മെറ്റീരിയൽ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, ഇത്
1K ഉണ്ട്, 2K ഉണ്ട്, 4K ഉണ്ട്, 8K JPG ഉണ്ട്, PNG ഉണ്ട്. PNGക്ക് സൈസ് കൂടുതലായിരിക്കും എപ്പോഴും, JPG ഉണ്ട്. ഇതെല്ലാം സിപ്പ് ഫയലാണ്. എന്താ കാര്യം കണ്ടോ, അതിൻ്റെ കണ്ടൻറ്റ് കണ്ടോ, ഒരു ഫോട്ടോ അല്ല, അതിൻ്റെ കൂടെ കുറേ ഫോട്ടോകളുണ്ട്. ഇതെന്തിനാ? ഇതെല്ലാം മാപ്പുകളാണ്. അപ്പം ഈ ഒരു ബ്രിക്കിൻ്റെ മാപ്പുകളാണ് ഞാനിപ്പോൾ ഇതെടുത്ത് കഴിഞ്ഞാൽ കാണുന്നത്. കണ്ടോ, ഈ ഒരു ബ്രിക്കിൻ്റെ മെറ്റീരിയലിൻ്റെ ഒരു പടമുണ്ട്, ഒരു ആംബിയൻ്റ് അക്കൽഷൻ്റെ വേറൊരു PNG ഉണ്ട്, ഡിസ്പ്ലേസ്മെൻ്റ് ഒരു PNG ഉണ്ട്, മാപ്പിൻ്റെ PNG ഉണ്ട്, റഫ്നെസ്സിൻ്റെ PNG ഉണ്ട്. ഇതെല്ലാം ഞാൻ ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോഴാണ് ഈ മെറ്റീരിയൽ പക്കായിട്ട് വരുള്ളൂ. ഞാൻ ആദ്യം നമ്മളിപ്പോൾ മെറ്റീരിയലിനെ ജസ്റ്റ് ഒരു പടമായിട്ടാണ് ആഡ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഇരിക്കും കേട്ടോ. ഇതാണ് അതിൻ്റെ അവസ്ഥ. ഇതിൻ്റെ കാണുക പോലുമില്ല. കാരണം പ്യുവർലി ഒരു ഇമേജാണ്. ഇതിന് ഞാൻ സ്ട്രെച്ചായി എടുക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ഇതിന് ഞാനൊരു 3x3 ചെറുതാക്കാം കേട്ടോ. നിങ്ങൾ അടുത്തേക്ക് പോയാലും കണ്ടോ, പക്ഷേ ഒരു ഇമേജാണ്. ഇതിനൊരു ജീവനില്ലാത്ത പോലെ കിടക്കുക. നമുക്കിതിന് ബാക്കിയുള്ള കാര്യം ഇട്ട് കൊടുക്കാം. നോർമൽ കണ്ടോ, നോർമൽ എടുക്കുന്നു, ഓപ്പൺ. റഫ്നെസ് ഉണ്ടല്ലോ, റഫ്നെസ് ഉണ്ട്, റഫ്നെസ് എടുക്കുന്നു, ഓപ്പൺ ചെയ്യുന്നു. ഇനി എന്താ ഉള്ളത്? ഉണ്ട്, ആംബിയൻ്റ് ഒക്കൽഷൻ ഉണ്ട്, അതും കൊടുക്കുന്നു. ഇപ്പം കുറച്ച് വ്യത്യാസം വന്നു. ഇനിയുള്ളത് നമ്മുടെ ഹൈറ്റ്. ഈ ഹൈറ്റിലാണ് കാര്യം. ഹൈറ്റ് വരുമ്പോഴാണ് അത് ബമ്പ് വരുന്നത്. അതിനെ കണ്ടോ, ഈ കുഴികളൊക്കെ ഇപ്പോൾ എടുത്തറിയാൻ തുടങ്ങി. ഇതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഓരോ PBR മെറ്റീരിയലിനും ഇങ്ങനെ മാപ്പുകൾ ഉള്ളതുകൊണ്ടാണ് അതിനെ ജീവൻ വയ്ക്കുന്നത്. ഇങ്ങനെ ജീവനുള്ള മെറ്റീരിയൽ ഇട്ട് കഴിഞ്ഞാലാണ് നമ്മുടെ റെൻഡറുകൾക്ക് ക്വാളിറ്റി ഉണ്ടാവുള്ളൂ. ഇപ്പോൾ D5ലുള്ള മെറ്റീരിയൽക്കൊക്കെ പൊതുവെ മാപ്പുണ്ട്. ഇപ്പം ഞാൻ ഇവിടെ ഇട്ടിരിക്കുന്ന കോൺക്രീറ്റിനാണെങ്കിൽ തന്നെ കണ്ട ഒരു നോർമലും റഫ്നെസ് മാപ്പുണ്ട്. അതിനത് രണ്ടും മതി. മെറ്റാലിക്കോ ഒന്നും അതിൻ്റെ ആവശ്യമില്ല, ബമ്പും ഇല്ല. പക്ഷേ റഫ്നെസ് ഉണ്ടാവും, ഒരു നോർമൽ മാപ്പുണ്ട്. അതുള്ളതുകൊണ്ടാണ് അതിന് ക്വാളിറ്റി ഉള്ളത്. ഈ ഒരു മെറ്റീരിയലാണെങ്കിലും കണ്ട അതിനുമുണ്ട് നോർമലും റഫ്നെസ്സും സ്പെക്കുലറൊക്കെ. അപ്പം അങ്ങനെ ഉള്ളതുകൊണ്ടാണ് D5ലെ മെറ്റീരിയലിൽ കുറച്ചും കൂടി ഭംഗിയുള്ളത്. സ്കെച്ചപ്പിൽ നമ്മൾ ഇടുന്നത് ജസ്റ്റ് ഒരു ഇമേജാണ്. അതിവിടെ വന്നു കഴിയുമ്പോൾ ഒരു ജീവനില്ലാത്ത പോലെ കിടക്കും. അതിനെ പിന്നെ നമ്മൾ മാപ്പൊക്കെ ഇട്ട് എഡിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ PBR മെറ്റീരിയൽ എന്ന് വെച്ചാൽ കുറേ മാപ്പുകളുള്ള റിയൽ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാക്കി മാറ്റുന്ന സംഭവമാണ് PBR മെറ്റീരിയൽ എന്ന് പറയുന്നത്. നിങ്ങൾ മാക്സിമം മെറ്റീരിയൽസ് പുറത്തൊക്കെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ മാപ്പുകളുള്ള മെറ്റീരിയൽ ഡൗൺലോഡ് ചെയ്യുക. ഈ ആംബിയൻറ്റ് CG എന്നുള്ള സൈറ്റുകളിൽ നിന്നൊക്കെ എടുത്താൽ നല്ലതാണ്. വേണമെങ്കിൽ ഒരെണ്ണം കൂടി കാണിച്ചു തരാം. ഒരു നല്ല എന്തെങ്കിലും ഈ ഒരു ബ്രിക്ക് ഇതെടുത്ത് നോക്കാം. ഇതിൻ്റെ 4K PNG എടുക്കാം. അത് ഇതിപ്പോൾ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ചുമ്മാ ഒരു ഇമേജായിട്ടാണ് സാധാരണ നമ്മൾ കിട്ടുന്നത്. നമുക്ക് മാപ്പ് ഉള്ളതുകൊണ്ട് എന്ത് വ്യത്യാസം വരുന്നു എന്ന് കാണാം. അത് ഡൗൺലോഡ് ആയിട്ടുണ്ട്. നമുക്കതൊന്ന് സിപ്പ് ഫയലായിരിക്കും, ഒന്ന് എക്സ്ട്രാക്ട് ചെയ്യേണ്ടി വരും. എക്സ്ട്രാക്ട് ചെയ്തു ബിഗ് 59 എടുത്ത് നോക്കിയാൽ കണ്ട അതിൻ്റെ ഒപ്പം വേറെ ഫയൽസ് കിടപ്പുണ്ട്. ഇതൊക്കെയാണ് ആ മാപ്പുകൾ. നമുക്ക് പുതിയൊരു കാര്യം ചെയ്യാം. മ്യൂസിയത്തിൽ പോയിട്ട് ഈ ഒരു മതിലിനെ നമ്മൾ ബ്രിക്ക് ആക്കുമെന്ന് വിചാരിക്കാം. ഞാൻ പുതിയതായിട്ടൊരു ഡിസ്പ്ലേസ്മെൻറ്റ് മെറ്റീരിയൽ ഇടുന്നു. അതിന് ബേസ് കളർ എടുക്കുന്നു. ആ ബ്രിക്കിനെ ഞാൻ ലോഡ് ചെയ്യുന്നു. ബേസ് കളർ എടുത്ത് കൊടുക്കുക. കേട്ടോ, അപ്പോൾ ആ ബ്രിക്ക് വന്നു. സൈസ് പ്രശ്നമുണ്ട്, നമുക്ക് ചെറുതാക്കി കൊടുക്കാൻ നോക്കാം. ഫോക്കസ് പുറകിലേക്കാണ് കിടക്കുന്നത്. വേറെ ഏതെങ്കിലും ഒരു സീനിൽ പോയി നോക്കാം. ഇതാണ് നമ്മുടെ ബ്രിക്ക്. ഓക്കെ, കേട്ടോ, ഒരു ജസ്റ്റ് ഒരു ഇമേജ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിനെ നമുക്ക് വേണമെങ്കിൽ കറക്റ്റ് ബ്രിക്ക് സൈസ് ഒക്കെ പോലെ ആക്കിയെടുക്കാം. 0.5 ഇട്ടുമ്പോൾ നീളം കൂടി 2 ഇടുന്നു, വേണ്ട അതിടുന്നു. ഇത് 1 ആക്കുന്നു, ഇത് 0.5 ആക്കുന്നു. അല്ല, ബ്രിക്കിൻ്റെ സൈസ് ഇതൊരു ഇമേജ് പോലെ, ഇതിന് ബമ്പൊന്നുമില്ല. നമ്മുടെ ഇടയിലുള്ള ഈ ഗ്യാപ്പൊന്നും നമുക്ക് അറിയുന്നില്ല. നമുക്ക് ബാക്കിയുള്ള മാപ്പുകൾ ഇട്ട് കൊടുക്കാം. നോർമൽ മാപ്പ് ഉണ്ടല്ലോ, 2 ഉണ്ട്. GL ഇടാം. നോർമൽ ഇടുന്നു. റഫ്നെസ് മാപ്പ് ഉണ്ടോ? റഫ്നെസ് ഉണ്ട്, അതിടാം.
മെറ്റാലിക് ആംബിയൻ്റ് ഒക്കൾഷൻ മാപ്പ് ഉണ്ട്, അതുവിടാം. പിന്നെ ഹൈറ്റ് മാപ്പ് ഉണ്ട്, ഹൈറ്റ് മാപ്പ് ഇത് അതുവിടാം. ഇപ്പോഴാണ് അതിന് ആ ഒരു ചെറിയ ഒരു ഗ്യാപ്പൊക്കെ ഉള്ളത് അറിയുന്നത്. ഇനി എനിക്ക് ഇതിനെ തന്നെ ട്വീക്ക് ചെയ്യാം. ഈ ഹൈറ്റൊക്കെ ഞാൻ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അല്ല, ആംബിയൻ്റ് ഒക്കൾഷൻ എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഈ ഗ്യാപ്പുകളിൽ തട്ടുമ്പോൾ ഷാഡോ ഉണ്ടാകുന്ന പരിപാടിയൊക്കെയാണ്. റഫ്നെസ് നിങ്ങൾക്കറിയാലോ, റഫ്നെസ് സ്മൂത്താക്കുക, റഫാക്കുക. മെറ്റാലിക് ഒന്ന് കൂട്ടി കഴിഞ്ഞാൽ തിളങ്ങും, മെറ്റാലിക് ഒന്നും ബ്രിക്കിനുണ്ടാവില്ല, അത് വേണ്ട. സ്പെക്കുലാർ എന്ന് പറഞ്ഞാൽ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുമ്പോഴുള്ള തിളക്കം തന്നെയാണ്, അത് നമുക്ക് വേണ്ട. നോർമൽ എന്ന് പറഞ്ഞാൽ പൊതുവേ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാറില്ല, ഇതും ഒരു പ്രോപ്പർട്ടിയാണ്, സാധാരണ കിടക്കാനാണ് ഇടാറ് നോർമൽ മാപ്പ്. എപ്പോഴാണ് ബ്രിക്ക് ഇങ്ങനെ ഇതിനെ നമ്മൾ എൻ്റർ ചെയ്ത് കഴിയുമ്പോഴൊക്കെ അതിൻ്റെതായ വ്യത്യാസങ്ങൾ വരും, അതിൻ്റെ പ്രത്യേകത കണ്ടു ചെയ്യാം. അങ്ങനെയാണ് ഈ PBR മെറ്റീരിയലിൻ്റെ HDRIയുടെയൊക്കെ കാര്യങ്ങൾ. നിങ്ങൾ ഫ്രീ ആയിട്ട് ഉള്ള സൈറ്റുകളാണ് ഇപ്പോൾ ഞാൻ കാണിച്ചു തന്നത്. അവിടെ നിന്നൊക്കെ മെറ്റീരിയൽ ഡൗൺലോഡ് ചെയ്യാം, HDRI ഡൗൺലോഡ് ചെയ്യാം, LUT ആയ പ്രീസെറ്റ് ഡൗൺലോഡ് ചെയ്യാം. നിങ്ങൾക്ക് നല്ല നല്ല റെൻഡേഴ്സ് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം ഞാൻ അങ്ങനെ ഒരു റെൻഡർ ചെയ്തത് ഞാൻ കാണിച്ചു തരാം. ഇതിനെ തന്നെ ഞാൻ ഈ ഒരു സീനിലേക്ക് ഇട്ടിട്ട് ഇതിൽ ഞാൻ ചെയ്തിരിക്കുന്നത് ഈ ബ്രിക്ക് ഞാൻ മാറ്റിയായിരുന്നു, ഇപ്പോൾ മാറ്റിയതാണ് കേട്ടോ. ഈ എൻവയോൺമെൻറ്റൽ HDRI ഞാൻ ഇതിലുള്ളത് തന്നെ മിഡ് HDRI ആയിട്ട് ഇട്ടു. എഫക്റ്റിൽ ഞാൻ വിൻറ്റേജ് വാംത്ത് എന്നും പറഞ്ഞ് ഈ ഒരു LUT സൈറ്റിൽ നിന്ന് എടുത്തതാണ്. അതിൽ നിന്ന് എടുത്ത വിൻറ്റേജ് വാംത്ത് എന്നുള്ളൊരു പ്രീസെറ്റ് ഇട്ടു. അതിന് ഞാൻ ഇൻറ്റൻസിറ്റി 0.54 ആക്കി. എനിക്ക് കൂടിയും കുറച്ചൊക്കെ കൊടുക്കാം. 0.54 റെൻഡർ ചെയ്ത് പിന്നെ സണ്ണൊക്കെ ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് എനിക്ക് കിട്ടിയൊരു ഫോട്ടോ ഉണ്ട് കേട്ടോ. ഈ ഒരു ഫോട്ടോ ഞാൻ റെൻഡർ ചെയ്തെടുത്തതാണ്. ഇതിൽ കുറച്ചും കൂടി മിനുക്കി എന്ന് പറയാം. നമ്മുടെ അകത്ത് ഞാൻ ലൈറ്റൊക്കെ ഇട്ട് കൊടുത്തായിരുന്നു, സ്ട്രിപ്പ് ലൈറ്റൊക്കെ ഇട്ട് കൊടുത്ത് ചെയ്തതാണ്. ഞാൻ PVD കൊണ്ട് ഞാൻ HDRIയുടെ കാര്യങ്ങളും LUTയുടെ കാര്യങ്ങളും പറയാനാണ് ഉദ്ദേശിച്ചത്. പിന്നെ മെറ്റീരിയലിന് PBR മെറ്റീരിയലിന് അപ്പം നമ്മൾ ബാക്കി കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ, അപ്പോൾ ശരി.